എൻ്റെ പേര് താജുനിസ. 1967 മെയ് 12-നാണ് എൻ്റെ ബർത്ത്ഡേ. ഞാൻ ജനിച്ചത് കാഞ്ഞാറ്, ഇടുക്കി ജില്ലയിൽ കാഞ്ഞാറ് എന്ന സ്ഥലത്താണ് എൻ്റെ ജനനം. എൻ്റെ ഉമ്മയുടെ പേര് പാത്തുമ്മ, വാപ്പയുടെ പേര് അബ്ദുൾ ഹമീദ്. വാപ്പ കൊല്ലംകാരനാണ്, ഉമ്മ കാഞ്ഞാറുകാരിയാണ്. ഉമ്മയുടെ വീട്ടിൽ അവർ 5 മക്കളാണ്. മൂത്തതാണ് എൻ്റെ ഉമ്മ. ഞാൻ എൻ്റെ ഉമ്മയുടെ മൂത്ത മോളാണ്. ഞങ്ങൾ 3 സഹോദരങ്ങളുണ്ട്. എൻ്റെ നേരെ ഇളയതായ ആങ്ങള, അതിൻ്റെ ഇളയത് അനിയത്തിയുണ്ട്. പിന്നെ വാപ്പ കൊല്ലത്ത് വിവാഹം ചെയ്ത് അതിൽ 2 പേരുണ്ട്. ഇസ്ലാമിക അനുഭവത്തിലാണ് ഞാൻ ജനിച്ച് വളർന്നു വന്നത്. ഞാനൊരു വലിയ മതഭക്തിയായിരുന്നു കുഞ്ഞിലേ തന്നെ മതഭക്തി ആകാൻ കാരണമുണ്ട്. എൻ്റെ ഉമ്മയുടെ ഉമ്മ എന്നോട് പറയുമായിരുന്നു, സ്വർഗമുണ്ട്, നരകമുണ്ട്, മുടി 7 കീറി പാലം കെട്ടും, നല്ലത് ചെയ്തെങ്കിൽ മാത്രമേ സ്വർഗത്തിലെത്തൂ, ഇല്ലേ നരകത്തിലേ പോകൂ. സൂര്യൻ ഒരു ചാണകലെ ഉദിപ്പിക്കും, അതിനകത്ത് ചെമ്പുതകിടിൽ കയറ്റി നിർത്തും. പിന്നെ നരകത്തിൽ അട്ടയുണ്ട്, പുഴുവുണ്ട്, തേളുണ്ട്. ഇതൊക്കെ കുഞ്ഞിലേ കേട്ടിരുന്നത് കൊണ്ട് കുഞ്ഞു പ്രായത്തിലേ തന്നെ ഞാൻ സ്വർഗം അന്വേഷിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ കർത്താവ് പറയുന്നു, നമ്മുടെ നീതിപ്രവൃത്തി കൊണ്ടല്ല ദൈവം നമ്മെ തിരിച്ചറിഞ്ഞത്, അല്ലെങ്കിൽ വിളിച്ച് മാറ്റി കർത്താവിനായി തീർത്തതെന്ന് പറയുന്നു. പക്ഷേ ഇങ്ങനൊരു വചനമുണ്ട്, ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാനുണ്ടോ എന്ന് കാണുവാൻ ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരൊക്കെ നോക്കുന്നു എന്നാണ്. അപ്പോൾ അങ്ങനെ എന്നെയും കർത്താവ് അന്ന് കുഞ്ഞിലേ തന്നെ ഞാൻ നോക്കിക്കൊണ്ടിരുന്നു, സ്വർഗം എവിടെയാണ്, എനിക്ക് സ്വർഗത്തിൽ പോകണം. അങ്ങനെ കുഞ്ഞു പ്രായത്തിൽ തന്നെ മതത്തിൻ്റെതായ എല്ലാ കാര്യങ്ങളും ഞാൻ പഠിച്ചുകൊണ്ടിരുന്നു. അതൊത്തിരി എനിക്ക് പഠിക്കുവാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ ഉണ്ടായി, എൻ്റെ ആങ്ങളെ ഉണ്ടായി, കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ വാപ്പ ഞങ്ങൾ വീട്ടിലേക്ക് ഉപേക്ഷിച്ചിട്ട് പോകുവാനിടയായി. എന്നാൽ കുഞ്ഞു പ്രായം തൊട്ടേ സ്വർഗത്തിൽ പോകണമെന്നുള്ള ആഗ്രഹത്തോടെ ഞാൻ നോയമ്പ് പിടിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. കുഞ്ഞു പ്രായത്തിൽ നോയമ്പ് പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാഞ്ഞാറ് പാലത്തിനിടയിലാണ് ഞങ്ങളന്ന് കുളിക്കാൻ വരുന്ന കടവ്. അവിടെ കുളിക്കുവാൻ വന്നപ്പോൾ എൻ്റെ ആങ്ങളെ എൻ്റെ കയ്യിൽ ഇങ്ങനെ കല്ലെടുത്തിട്ട്, ഈ വിരളിപ്പോഴും ഒരു കഷ്ണം ഇങ്ങനെ ഇല്ല, ഇത് മുറിഞ്ഞു പോയതാണ് നോയമ്പ് പിടിച്ചിരിക്കുമ്പോൾ. അപ്പോൾ എൻ്റെ കൈ മുറിഞ്ഞു പോയപ്പോൾ എൻ്റെ ഉമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് എനിക്ക് ചായയും മുട്ട പുഴുങ്ങിയത് മേടിച്ചു. ആശുപത്രിയിൽ ചെന്ന് ഇത് മുറിച്ച് കളഞ്ഞു, തുന്നി വയ്ക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ കഴിച്ചില്ല. അപ്പോൾ എന്നോട് ഉമ്മയുടെ അനിയത്തിയുടെ ഭർത്താവ് പറഞ്ഞു, കൈ മുറിച്ച് കളയുമ്പോൾ എന്തു ചെയ്യും, നോയമ്പ് പോകും. അങ്ങനെയാണ് അന്ന് ഞാൻ കഴിച്ചത്. എന്താണേലും കുഞ്ഞു പ്രായത്തിൽ തന്നെ മതത്തിൻ്റെ ഒത്തിരി പഠിക്കുവാനോ അല്ലെങ്കിൽ വിദ്യാഭ്യാസമായിട്ട് അങ്ങനെയും പോകുവാൻ എനിക്ക് ഒത്തിരി കഴിഞ്ഞില്ല. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വാപ്പ ഞങ്ങളുടെ ഉമ്മനെയും ഞങ്ങളെ ഉപേക്ഷിച്ച് കൊല്ലത്തിൽ പോയി അവിടെ വേറെ പെണ്ണ് കെട്ടി ജീവിക്കുവാനിടയായി തീർന്നു. കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളുടെ വീട്ടിൽ അസുഖമായിരുന്നൊക്കെ പറഞ്ഞ് വന്ന് എൻ്റെ അനിയത്തി ഉണ്ടായത്. അങ്ങനെ എൻ്റെ 10 വയസ്സിൻ്റെ ഇളയതാണ് എൻ്റെ അനിയത്തി.